നമസ്കാരം. ഹട്ട ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വേഗത്തിൽ. സംസ്ഥാനത്ത് 91 പേർക്ക് കൂടി കോവിഡ്. ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 11 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം 2 ലക്ഷം കടന്നു. ചികിത്സയിൽ കഴിയുന്നത് 1231 പേർ. സംസ്ഥാനത്ത് ഇന്ന് 34 പേർ കൂടി കോവിഡ് മുക്തി നേടി. ഇന്ന് പുതുതായി 10 ഹോട്ട്സ്പോട്ടുകൾ കൂടി. കാസർഗോഡ് ജില്ലയിൽ 4, തൃശൂർ ജില്ലയിൽ 6 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 158. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് വീണ്ടും ഗുരുതര വീഴ്ച. കോവിഡ് ബാധിതൻ ആശുപത്രിയിൽ നിന്നും ചാടിപ്പോയി. ബസ് മാർഗം നാട്ടിലെത്തിയ രോഗിയെ നാട്ടുകാരും പോലീസും ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. അന്വേഷണത്തിന് ഉത്തരവിട്ട് ആരോഗ്യമന്ത്രി കെ ശൈലജ. എറണാകുളം ജില്ലയിലെ കോലഞ്ചേരി ഊരമനയിൽ ക്വാറന്റീനായി ഒരുക്കിയ വീട് അടിച്ചു തകർത്തു. മുംബൈയിൽ നിന്നെത്തുന്ന യുവാവിനായാണ് ബന്ധുക്കൾ വീട് ഏർപ്പാടാക്കിയിരുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കോട്ടയത്തെ ബിരുദ വിദ്യാർത്ഥിനി അഞ്ജുവിന്റേത് മുങ്ങിമരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ അസ്വാഭാവിക മുറിവുകളില്ല. മൃതദേഹവുമായി എത്തിയ ആംബുലൻസ് നാട്ടുകാർ തടഞ്ഞു. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യം. കോളേജ് പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും അറസ്റ്റ് ചെയ്യണമെന്ന് ബന്ധുക്കൾ. ഹാൾ ടിക്കറ്റിലെ കൈയക്ഷരം അഞ്ജുവിന്റേതല്ലെന്ന് അച്ഛൻ ഷാജി. കോവിഡ് കാലത്ത് ബസ് സർവീസിന് അധിക ചാർജ് ഈടാക്കാമെന്ന് ഹൈക്കോടതി. നിരക്ക് വർധന പിൻവലിച്ച സർക്കാർ നടപടി റദ്ദാക്കി. നിരക്ക് വർധന KSRTCക്കും ബാധകം. നടപടി സ്വകാര്യ ബസ് ഉടമകളുടെ ഹർജിയിൽ. അപ്പീൽ നൽകുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. കുടിയേറ്റ തൊഴിലാളികളെ 15 ദിവസത്തിനകം സ്വന്തം നാട്ടിലെത്തിക്കാൻ സുപ്രീം കോടതി ഉത്തരവ്. സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടാൽ 24 മണിക്കൂറിനകം ശ്രമിക് ട്രെയിൻ ലഭ്യമാക്കണം. നാട്ടിൽ തിരിച്ചെത്തുന്നവർക്ക് സംസ്ഥാന സർക്കാർ തൊഴിൽ ഉറപ്പാക്കണം. ലോക്ഡൌൺ ലംഘനത്തിന് തൊഴിലാളികൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIRകൾ സുപ്രീം കോടതി റദ്ദാക്കി. ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തിന് താൽക്കാലിക പരിഹാരം. കിഴക്കൻ ലഡാക്കിലെ ഗാൽവൻ മേഖലയിൽ നിന്ന് 2.5 കിലോമീറ്റർ ചൈനീസ് സേന പിന്മാറി. സൈനിക വിന്യാസം കുറച്ച് ഇന്ത്യയും. നടപടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക നയതന്ത്ര ചർച്ചകൾക്ക് പിന്നാലെ. 2ാം ഘട്ട ചർച്ച നാളെ. രാജ്യത്ത് കോവിഡ് മരണസംഖ്യ ഉയരുന്നു. 24 മണിക്കൂറിനിടെ മരിച്ചത് 331 പേർ. പോസിറ്റീവ് കേസുകളുടെ എണ്ണത്തിലും വർധന. രോഗബാധിതർ 2,66,000-ലധികം. മരണസംഖ്യ 7,466. ലോകത്ത് കോവിഡ് വ്യാപന സാഹചര്യം സങ്കീർണമെന്ന് ലോകാരോഗ്യ സംഘടന. രോഗബാധിതർ 72,61,000 കടന്നു. ആകെ കോവിഡ് മരണം 4,10,000 പിന്നിട്ടു. സംസ്ഥാനത്ത് കർശന നിയന്ത്രണങ്ങളോടെ ആരാധനാലയങ്ങൾ തുറന്നു. ക്ഷേത്രങ്ങളിൽ ഭക്തരെ അനുവദിക്കുന്നതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. കേന്ദ്രമന്ത്രി V മുരളീധരൻ 3ാം തരം രാഷ്ട്രീയ നേതാവിനെ പോലെ പെരുമാറിയെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സംസ്ഥാന സർക്കാർ ഭക്തരുടെ താൽപര്യത്തിനെതിരാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. ബെവ്ക്യൂ ആപ്പിനെതിരെ കൺസ്യൂമർ ഫെഡും ബെവ്കോയും രംഗത്ത്. ഈ ടോക്കൺ നേട്ടമായത് ബാറുകൾക്ക് മാത്രമെന്ന് പരാതി. കൺസ്യൂമർ ഫെഡിന്റെ പ്രതിദിന വരുമാനത്തിൽ വൻ ഇടിവ്. ബെവ്ക്യൂ ആപ്പിനെതിരായ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഉത്ര വധക്കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ അഞ്ചൽ CI സുധീറിന് സ്ഥലം മാറ്റി. തെളിവ് ശേഖരണത്തിൽ CI വീഴ്ച വരുത്തിയെന്ന് കൊല്ലം റൂറൽ SP റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് പരിഗണിച്ചാണ് DGPയുടെ നടപടി. കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിൽ പരാതിക്കാരനിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു. കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബുവിൽ നിന്നാണ് മൊഴിയെടുത്തത്. നടപടി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം. തിരുവനന്തപുരത്തെ മുൻ രഞ്ജി താരം ജയമോഹൻ തമ്പിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. തലയിലെ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം. മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസമാണ് ജയമോഹൻ തമ്പിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെരിയാർ ടൈഗർ റിസർവിനോട് ചേർന്ന് ഫുട്ബോൾ ഗ്രൗണ്ട് നിർമ്മിച്ച സംഭവത്തിൽ ചട്ടം ലംഘിച്ച വനം വകുപ്പ് ഉന്നതർക്കെതിരെ നടപടിയെടുക്കാതെ സർക്കാർ. അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററുടെ ശുപാർശയിൽ നടപടിയെടുത്തില്ല. ഗ്രൗണ്ട് നിർമ്മിച്ചത് ചട്ടലംഘനമാണെന്നും കടുവാ സംരക്ഷണ നിയമം ലംഘിച്ചുവെന്നും കണ്ടെത്തി.
മുംബൈയിൽ മലയാളി കോവിഡ് ബാധിച്ചു മരിച്ചു. ഹാഡ്കോപ്പർ അസൽഫ സ്റ്റുഡിയോ ഉടമ PM മുഹമ്മദാണ് മരിച്ചത്. കാസർഗോഡ് സ്വദേശിയാണ്. നായർ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് വൈകിട്ടോടെയായിരുന്നു മരണം. PV അൻവർ MLA ഭാര്യാപിതാവിന്റെ ഉടമസ്ഥതയിലുള്ള തടയണ പൊളിക്കണമെന്ന് ഹൈക്കോടതി. മലപ്പുറം ജില്ലാ കളക്ടറുടെ ഉത്തരവ് കോടതി ശരിവെച്ചു. ചീങ്കണ്ണിപ്പാലയിൽ പരിശോധന നടത്താൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസും വിവാഹിതരാകുന്നു. ഈ മാസം 15-നാണ് വിവാഹം. അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുക്കുന്ന ലളിതമായ ചടങ്ങായിരിക്കും നടക്കുകയെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചു. പശ്ചിമ ബംഗാളിൽ ഇന്ന് 372 കോവിഡ് കേസുകൾ കൂടി. ഇതോടെ പോസിറ്റീവ് കേസുകൾ 8,985ആയി. 3,620 പേർ രോഗമുക്തരായി ആശുപത്രി വിട്ടു. 415 സംസ്ഥാനത്തെ മരണസംഖ്യ. തമിഴ്നാട്ടിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണത്തിൽ വൻ വർധന. ഇന്നു മാത്രം 1,685 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 34,914ആയി. 21 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ 307. മഹാരാഷ്ട്രയിൽ 2,259 പേർക്ക് കൂടി കോവിഡ്. 120 പേരാണ് 24 മണിക്കൂറിനിടെ മരിച്ചത്. സംസ്ഥാനത്ത് 90,787 പേർക്ക് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചു. ഉത്തർപ്രദേശിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 10,947ആയി. മരണം 283. 6,344 പേർക്ക് രോഗമുക്തി. മോട്ടോർ വാഹന ചട്ടങ്ങളുടെ കീഴിൽ വരുന്ന ഡ്രൈവിംഗ് ലൈസൻസുകൾ, വാഹന രജിസ്ട്രേഷൻ, ഫിറ്റ്നസ് പെർമിറ്റുകൾ എന്നീ രേഖകളുടെ കാലാവധി സെപ്റ്റംബർ 30 വരെ നീട്ടിയതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഇത് സംബന്ധിച്ച നിർദ്ദേശം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നൽകി. 10ാം ക്ലാസ് +1 പരീക്ഷകൾ റദ്ദാക്കി തമിഴ്നാട്. എല്ലാ വിദ്യാർത്ഥികളെയും അറ്റൻഡൻസിന്റെ അടിസ്ഥാനത്തിൽ വിജയിപ്പിക്കാൻ തമിഴ്നാട് സ്റ്റേറ്റ് ബോർഡിന്റെ തീരുമാനം. +2 പരീക്ഷ സംബന്ധിച്ച തീരുമാനം അടുത്ത ദിവസം എടുക്കുമെന്ന് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി. കിടക്കകൾ നിറഞ്ഞതോടെ ചെന്നൈയിലെ ആശുപത്രികളിൽ കോവിഡ് ബാധിച്ചവർക്ക് ചികിത്സ ലഭിക്കുന്നില്ലെന്ന് പരാതി. രോഗം സ്ഥിരീകരിച്ചവരോട് വീടുകളിൽ തന്നെ നിരീക്ഷണത്തിൽ കഴിയാൻ സർക്കാർ നിർദ്ദേശമെന്ന് ആരോപണം. ഗുരുതരമല്ലാത്തവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുന്നില്ല. അസമിലെ എണ്ണക്കിണറിൽ വൻ തീപിടുത്തം. ബാഗ്ജാൻ ജില്ലയിലെ എണ്ണക്കിണറിലാണ് അപകടം. ദേശീയ ദുരന്ത നിവാരണ സേന രക്ഷാപ്രവർത്തനം തുടരുകയാണ്. രാജ്യത്ത് നിലവിൽ വ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് എത്തിയത് യൂറോപ്പ്, ഗൾഫ് മേഖലകളിൽ നിന്നാണെന്ന് പഠന റിപ്പോർട്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. മുൻ പ്രധാനമന്ത്രിയും ജനതാദൾ നേതാവുമായ HD ദേവഗൌഡ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോൺഗ്രസ് പിന്തുണയോടെയാണ് ദേവഗൌഡ മത്സരിക്കുന്നത്. ഈ മാസം 19-നാണ് രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. രാജസ്ഥാനിൽ ചാരവൃത്തി നടത്തിയ 2 സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ. പാകിസ്ഥാന് രഹസ്യവിവരങ്ങൾ ചോർത്തി നൽകിയെന്നാരോപിച്ചാണ് അറസ്റ്റ്. രാജസ്ഥാൻ പോലീസ് നടത്തിയ ഓപ്പറേഷൻ ഡെസേർട്ട് ചേസിന്റെ ഭാഗമായാണ് നടപടി. കോവിഡ് ചികിത്സയ്ക്ക് ഡൽഹി ആശുപത്രി വൻതുക ആവശ്യപ്പെടുന്നതായി പരാതി. ഡൽഹി സർക്കാർ നിയോഗിച്ച സ്വകാര്യ ആശുപത്രിയാണ് വൻതുക ഈടാക്കുന്നത്. സോറോജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് കുറഞ്ഞ തുക 3 ലക്ഷമാക്കിയ സർക്കുലർ പുറത്തുവിട്ടത്. BJP നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കും അമ്മ മാധവി രാജെ സിന്ധ്യയ്ക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ഇരുവരും ഡൽഹി സാഹേദിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പനിയും തൊണ്ടവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെയാണ് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോവിഡ് നിയന്ത്രണങ്ങൾ കണക്കിലെടുക്കാതെ ഗുജറാത്തിലെ കോൺഗ്രസ് MLA-മാരെ രാജസ്ഥാനിലേക്ക് മാറ്റിയതിനെതിരെ BJP. MLA-മാരെ സിരോഗിയിലെ റിസോർട്ടിലേക്ക് കൊണ്ടുപോയതിനെതിരെ BJP പരാതി നൽകി.
കോൺഗ്രസ് കൂറുമാറ്റം ഭയന്ന് MLA-മാരെ രാജസ്ഥാനിലേക്ക് മാറ്റിയത് 3 MLA-മാർ രാജിവെച്ചതോടെ. BJP കർണാടക ഘടകത്തിന്റെ നിർദ്ദേശം തള്ളി പുതിയ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ച് കേന്ദ്ര നേതൃത്വം. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നളിൻ കുമാർ കട്ടീൽ, മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ എന്നിവർ അംഗീകരിച്ച പട്ടികയാണ് തള്ളിയത്. തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി കർണാടക ഉപമുഖ്യമന്ത്രി CN അശ്വത് നാരായണൻ. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വരുന്നവർക്കായി ക്വാറന്റീൻ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കർണാടക സർക്കാർ. മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന 60 വയസ്സിന് മുകളിലുള്ളവർ നിരീക്ഷണ കാലയളവിന്റെ 5-ാം ദിവസവും 7-ാം ദിവസവും കോവിഡ് ടെസ്റ്റിന് വിധേയരാകണം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവർ 14 ദിവസം ഗൃഹനിരീക്ഷണത്തിൽ തുടരണം. കോവിഡ് ബാധിച്ച് കുടുംബത്തിലെ 2 പേർ മരിച്ച പശ്ചാത്തലത്തിൽ സഹായ അഭ്യർത്ഥനയുമായി മാധ്യമപ്രവർത്തകൻ. ഹോം ക്വാറന്റീനിലായ തനിക്കും കുടുംബത്തിനും അടിയന്തര ചികിത്സ നൽകണമെന്നാണ് അജയ് ഝാ ആവശ്യപ്പെടുന്നത്. സഹായം അഭ്യർത്ഥിക്കുന്ന വീഡിയോ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ട്വിറ്ററിലൂടെ പങ്കുവച്ചു. മധ്യപ്രദേശിൽ 12ാം ക്ലാസ് പരീക്ഷകൾ പുനരാരംഭിച്ചു. പരീക്ഷാ കേന്ദ്രങ്ങളിൽ പ്രവേശനം താപനില പരിശോധിച്ച ശേഷം മാത്രം. സാമൂഹ്യ അകലം പാലിച്ചും സാനിറ്റൈസർ ഉപയോഗിച്ചുമാണ് പരീക്ഷാ നടത്തിപ്പ്. ലോക്ഡൌൺ നിർദ്ദേശങ്ങൾ ലംഘിച്ച് ക്ഷേത്രത്തിൽ പൂജ ചെയ്ത് മധ്യപ്രദേശ് കൃഷിമന്ത്രി കമൽ പട്ടേൽ. ഒരു സംഘം അനുയായികൾക്കൊപ്പമാണ് ഉജ്ജയിനിയിലെ മഹാകാൽ ക്ഷേത്രത്തിൽ മന്ത്രി എത്തിയത്. ക്ഷേത്ര കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും ലംഘിച്ചായിരുന്നു മന്ത്രിയുടെ ദർശനം. കെടിവെച്ച് പിടികൂടിയ പുള്ളിപ്പുലിയെ തല്ലിക്കൊന്ന ശേഷം ജഡവുമായി ആഹ്ലാദ പ്രകടനം നടത്തിയ സംഭവത്തിൽ അസമിൽ 6 പേർ അറസ്റ്റിൽ. ഗുവാഹത്തിയിലെ കതബാരി പഹർ മേഖലയിലാണ് സംഭവം. വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് നടപടി. ഉത്തർപ്രദേശിൽ അവിഹിത ബന്ധമുണ്ടെന്നാരോപിച്ച് യുവതിയെ വെടിവെച്ച് കൊലപ്പെടുത്തി. വെടിയുതിർത്ത മൊറാദാബാദ് സ്വദേശി ഷബാന പിടിയിൽ. ഷബാനയുടെ ഭർത്താവ് ദീർഘനാളായി യുവതിക്കൊപ്പം താമസമാക്കിയതിൽ മനംനൊന്താണ് കൊലപാതകമെന്ന് പോലീസ്. ഹിമാചൽ പ്രദേശിൽ സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെ 30 പോലീസ് ഉദ്യോഗസ്ഥർ നിരീക്ഷണത്തിൽ. ഷിംലയിലെ പോലീസ് ആസ്ഥാനം ഭാഗികമായി അടച്ചു. നടപടി സന്ദർശകന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ. ജമ്മു കശ്മീരിലെ ഉറി സെക്ടറിൽ പാകിസ്ഥാൻ വിക്ഷേപിച്ച മോർട്ടാർ ഷെല്ലുകൾ സൈന്യം നിർവീര്യമാക്കി. വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ ആക്രമണം നടത്തിയതിന് പിന്നാലെ നടത്തിയ തെരച്ചിലാണ് ഷെല്ലുകൾ കണ്ടെത്തിയത്. രാജസ്ഥാനിൽ ഒരു കുടുംബത്തിലെ 26 പേർക്ക് കോവിഡ്. കുടുംബത്തിലെ ഒരംഗത്തിന് ഒരാഴ്ച മുൻപ് കോവിഡ് സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കോവിഡ് സ്ഥിരീകരിച്ചത്. തമിഴ്നാട് ട്രിച്ചിയിൽ മാംസത്തിൽ സ്ഫോടക വസ്തു നിറച്ചു നൽകി കുറുക്കനെ കൊന്ന 12 പേർ അറസ്റ്റിൽ. കുറുക്കന്റെ ഇറച്ചിക്കും പല്ലിനും വേണ്ടിയാണ് കൃത്യം ചെയ്തത്. ഇവരുടെ കയ്യിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും കുറുക്കന്റെ ശരീരാവശിഷ്ടങ്ങളും പിടികൂടി. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം നാളെ ആരംഭിക്കും. ശിവപൂജ കഴിഞ്ഞ് തറക്കല്ലിടൽ ചടങ്ങോടുകൂടിയാണ് നിർമ്മാണം ആരംഭിക്കുക. രാവിലെ 8 മണിക്ക് ചടങ്ങുകൾക്ക് തുടക്കമാകും. അമേരിക്കയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 20,33,000 കടന്നു. രാജ്യത്താകെ മരണം 1,13,470. 11 ലക്ഷത്തിലേറെ പേർ നിലവിൽ ചികിത്സയിൽ. ബ്രസീലിൽ കോവിഡ് വ്യാപനം രൂക്ഷം. 7,19,000-ലേറെ കോവിഡ് ബാധിതർ. രാജ്യത്ത് കോവിഡ് മരണം 37,840 കടന്നു. രാജ്യത്ത് 3,47,000-ലേറെ പേർ ചികിത്സയിൽ. റഷ്യയിൽ 8,595 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്ത് 171 മരണം കൂടി. ഇതോടെ ആകെ മരണം 6,142. രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 4,85,000 പിന്നിട്ടു.
വിമാന സർവീസുകൾ പുനരാരംഭിക്കാനൊരുങ്ങി വിയറ്റ്നാം. തുടക്കത്തിൽ സർവീസ് കോവിഡ് മുക്ത രാജ്യങ്ങളിലേക്ക് മാത്രം. ജപ്പാൻ, സൗത്ത് കൊറിയ, കംബോഡിയ എന്നീ രാജ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതായും വിയറ്റ്നാം പ്രധാനമന്ത്രി. അമേരിക്കൻ ഗായിക ബോണി പോയിന്റർ അന്തരിച്ചു. ദ പോയിന്റർ സിസ്റ്റേഴ്സ് എന്ന സംഗീത ബാൻഡിലെ അംഗങ്ങളിൽ ഒരാളായിരുന്നു. 69 വയസ്സായിരുന്നു. സൗദി അറേബ്യയിൽ നിന്നുള്ള വന്ദേ ഭാരത് മിഷൻ വിമാന സർവീസുകളുടെ പുതിയ ഘട്ടം നാളെ ആരംഭിക്കും. ആദ്യ വിമാനം റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്കാണ്. റിയാദ്, ജിദ്ദ, ദമാം വിമാനത്താവളങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് 11 സർവീസുകൾ. അബുദാബി എമിറേറ്റിലേക്കുള്ള പ്രവേശന വിലക്കും യാത്രാ നിയന്ത്രണവും ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടി. അബുദാബിയിൽ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി യാത്രാ നിയന്ത്രണം നിലവിൽ വന്നത് കഴിഞ്ഞയാഴ്ച. ഒരാഴ്ച കൂടി നീട്ടിയതായി അബുദാബി പോലീസ് അറിയിച്ചത് നിയന്ത്രണം അവസാനിക്കാനിരിക്കെ. സൗദിയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇന്നു മാത്രം 3288 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 37 മരണം കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്തു. സൗദിയിൽ കോവിഡ് മുൻകരുതലുകൾ പാലിക്കാത്ത 71 പള്ളികൾ അടച്ചുപൂട്ടി. ഒമാനിൽ ഇന്ന് 712 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 18,198 മരണസംഖ്യ 83. 4,152 പേർ രോഗമുക്തി നേടിയതായി ആരോഗ്യ മന്ത്രാലയം. കുവൈറ്റിൽ 105 ഇന്ത്യൻ പൗരന്മാർക്ക് കൂടി കോവിഡ്. ഇതോടെ കുവൈറ്റിൽ മാത്രം കോവിഡ് സ്ഥിരീകരിച്ച ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണം 9,401. ഇന്ന് 630 പേർക്കാണ് പുതുതായി വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. UAEയിൽ ഇന്ന് 528 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. വൈറസ് ബാധിച്ചവരുടെ എണ്ണം 39,904. ഇന്ന് 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ആകെ മരണം 283. 465 പേർ കൂടി രോഗമുക്തി നേടി. കുവൈറ്റിലുണ്ടായ വാഹനാപകടത്തിൽ തൃശൂർ സ്വദേശി മരിച്ചു. കൊടുങ്ങല്ലൂർ സ്വദേശി കൊല്ലിയിൽ അബ്ദുൾ റഷീദാണ് മരിച്ചത്. വർഷങ്ങളായി മെട്രോ മെഡിക്കൽ കെയർ ഹോസ്പിറ്റലിലെ IT മാനേജറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. അമേരിക്കയിൽ വംശഹത്യക്കിരയായ ജോർജ് ഫ്ലോയിഡിന്റെ മൃതദേഹം സംസ്കരിച്ചു. ഹൂസ്റ്റണിലെ ഫൗണ്ടൻ ഓഫ് പ്രൈസ് പള്ളിയിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ചരിത്രപ്രസിദ്ധമായ നോത്രദാം ദേവാലയത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. നിലവിൽ പുരോഗമിക്കുന്നത് കത്തിനശിച്ച ഭാഗങ്ങൾ നീക്കുന്ന പ്രവർത്തികൾ. പള്ളിയിൽ അഗ്നിബാധയുണ്ടായത് കഴിഞ്ഞ വർഷം. ചൈനീസ് വൻമതിൽ നിർമ്മിച്ചത് ശത്രുക്കളുടെ ആക്രമണം തടയാനായിരുന്നില്ലെന്ന് പുതിയ കണ്ടെത്തൽ. വൻമതിലിന്റെ വടക്കൻ പ്രദേശങ്ങൾ നിർമ്മിച്ചത് രാജ്യത്തിനകത്തെ എല്ലാ നീക്കങ്ങളും വീക്ഷിക്കാനാണെന്ന് പുരാവസ്തു ഗവേഷകർ. 740 കിലോമീറ്റർ നീളമുള്ള മതിലിന്റെ വടക്കൻ ഭാഗത്തിന്റെ പൂർണ്ണരൂപം ആദ്യമായി മാപ്പിംഗ് നടത്താനായെന്നും പുരാവസ്തു ഗവേഷകർ. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ ഒരുങ്ങി ടുണീഷ്യ. നടപടി രാജ്യത്തെ കോവിഡ് വ്യാപന നിരക്കിൽ കുറവ് രേഖപ്പെടുത്തിയതിനു പിന്നാലെ 982 പേർ ഇതുവരെ രാജ്യത്ത് കോവിഡ് മുക്തരായി. അനിൽ കുംബ്ലെയുടെ നേതൃത്വത്തിലുള്ള ക്രിക്കറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾക്ക് ICC ചീഫ് എക്സിക്യൂട്ടീവ്സ് കമ്മിറ്റി അംഗീകാരം നൽകി. കോവിഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ഉമിനീരിലെ വിലക്ക് തുടങ്ങിയ തീരുമാനങ്ങൾക്കാണ് അംഗീകാരം. ടെസ്റ്റ് മത്സരത്തിനിടെ ഏതെങ്കിലും തരത്തിന് കോവിഡ് ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഇനി മുതൽ ടീമുകൾക്ക് പകരം താരത്തെ വിളിക്കാം. 20 വനിതാ താരങ്ങൾക്കും 15 എമർജിംഗ് താരങ്ങൾക്കും 6 മാസത്തെ പുതിയ കരാർ നൽകി ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ്. കരാർ പ്രകാരം 4 വിഭാഗത്തിലായാണ് താരങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സീസൺ ആരംഭിക്കാൻ 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ പരിശീലന മത്സരത്തിനൊരുങ്ങി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. വെസ്റ്റ് ബ്രോമാണ് എതിരാളികൾ. അടച്ചിട്ട സ്റ്റേഡിയത്തിലായിരിക്കും മത്സരം. കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് നടത്തണമെന്ന് KCA. ഇക്കാര്യം ആവശ്യപ്പെട്ട് GCDAക്ക് കത്ത് നൽകി. രാജ്യാന്തര ക്രിക്കറ്റ് മത്സരം നടത്താൻ അവസരം നൽകണമെന്നും ആവശ്യമെങ്കിൽ സ്റ്റേഡിയം വിട്ടു നൽകുമെന്ന് GCDA ചെയർമാൻ വി സലീം. ഇംഗ്ലണ്ടിനെതിരായ 3 ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയ്ക്കായി വെസ്റ്റ് ഇൻഡീസ് ടീം ഇംഗ്ലണ്ടിലെത്തിയ താരങ്ങൾ 14 ദിവസം ക്വാറന്റീൻ പൂർത്തിയാക്കിയതിനു ശേഷം
മത്സരങ്ങൾ ആരംഭിക്കും. ലിവർപൂൾ യുവതാരം ഹാരി വിൽസൺ സീസൺ അവസാനം വരെ ബേൺമൌത്തിൽ തുടരും. താരത്തിന്റെ ലോൺ നീട്ടാൻ ലിവർപൂൾ സമ്മതിച്ചു. അടുത്ത സീസൺ മുതൽ വിൽസൺ ലിവർപൂൾ സീനിയർ സ്ക്വാഡിൽ ഉണ്ടാകുമെന്ന് സൂചന. ഇനി നോക്കാം ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ 10 പേർക്ക് കോവിഡ്. മെഡിക്കൽ കോളേജ് കോവിഡ് OP കൗണ്ടറിലെ നഴ്സിംഗ് അസിസ്റ്റന്റിന് സമ്പർക്കത്തിലൂടെ രോഗബാധ. 9 പേർ വിദേശത്ത് നിന്നെത്തിയവർ. ഇവരെല്ലാവരും സർക്കാർ നിരീക്ഷണ കേന്ദ്രത്തിലായിരുന്നു. ട്രാൻസ്ജെൻഡേഴ്സ് അസോസിയേഷന് രൂപം നൽകാനൊരുങ്ങി കോൺഗ്രസ്. നാളെ KPCC ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ ട്രാൻസ്ജെൻഡേഴ്സ് പാർട്ടി അംഗത്വം സ്വീകരിക്കുമെന്ന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KP അനിൽകുമാർ. കൊല്ലം ജില്ലയിൽ 1 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 5 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. 3 പേർ വിദേശത്ത് നിന്നും 2 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവർ. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ MLA വസതിയിലേക്ക് നടന്ന യൂത്ത് കോൺഗ്രസ് KSU മാർച്ചിനിടെ സംഘർഷം. ലാത്തിചാർജിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സഞ്ജു ഖാൻ, KSU സംസ്ഥാന സെക്രട്ടറി യദു കൃഷ്ണൻ എന്നിവർക്ക് പരുക്കേറ്റു. പത്തനംതിട്ടയിൽ 7 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4 പേർ വിദേശത്ത് നിന്നെത്തിയവരും 3 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും തിരിച്ചെത്തിയവരും. പത്തനംതിട്ട മണിയാറിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചു കൊന്ന കടുവ ചത്തു. ഇന്ന് വൈകിട്ടോടെയാണ് കടുവയെ അവശനിലയിൽ കണ്ടെത്തിയത്. ഇഞ്ചപ്പൊയ്ക എന്ന സ്ഥലത്താണ് കടുവയെ കണ്ടത്. ഇടുക്കി ഉടുമ്പൻചോല താലൂക്കിൽ 50 കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിന് സൗകര്യമൊരുക്കി മന്ത്രി M.M. മണി. വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും സംഭാവനയായി നൽകിയ ടിവിയും ഡിഷും വിദ്യാർത്ഥികൾക്ക് നൽകി. കൂടുതൽ കുട്ടികൾക്ക് അടുത്ത ദിവസം ടിവികൾ എത്തിച്ചു നൽകുമെന്ന് മന്ത്രി M.M. മണി. തേക്കടി കൊച്ചി സംസ്ഥാന പാതയുടെ ഭാഗമായ പരപ്പ് മുതൽ വളകോട് വരെയുള്ള പാതയുടെ നവീകരണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ ജോലികളുടെ ഉദ്ഘാടനം ES ബിജിമോൾ MLA നിർവഹിച്ചു. BMVC നിലവാരത്തിലാണ് പാതയുടെ ജോലികൾ നടത്തുക. കോട്ടയം ജില്ലയിൽ 8 പേർക്ക് കൂടി കോവിഡ്. 7 പേർ വിദേശത്തു നിന്നും ഒരാൾ ഡൽഹിയിൽ നിന്നുമാണ് എത്തിയത്. ചികിത്സയിലുള്ളവരുടെ എണ്ണം 41. 2 പേർ ജില്ലയിൽ രോഗമുക്തി നേടി. കോട്ടയത്തെ സർക്കാർ ആശുപത്രികളിലെ ശുചീകരണ ജീവനക്കാർക്ക് ആദരമർപ്പിച്ച് സ്റ്റുഡന്റ് പോലീസ്. സാദരമെന്ന പരിപാടി സംഘടിപ്പിച്ചത് 5 സർക്കാർ ആശുപത്രികളിൽ. ജീവനക്കാർക്ക് പലവ്യഞ്ജന കിറ്റുകൾ സമ്മാനിച്ച് ജില്ലാ പോലീസ് മേധാവി G. ജയദേവ്. ആലപ്പുഴയിൽ 11 പേർക്ക് കൂടി കോവിഡ്. ഇതിൽ 10 പേർ വിദേശത്ത് നിന്നും ഒരാൾ മുംബൈയിൽ നിന്നും എത്തിയതാണ്. ജില്ലയിൽ 2 പേർ രോഗമുക്തി നേടി. ഇതോടെ നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 88 ആയി. വിവാദ ഉത്തരവ് പിൻവലിച്ച് കായംകുളം നഗരസഭ. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി നഗരസഭ ക്വാറന്റീനിൽ താമസിച്ച ആരോഗ്യ പ്രവർത്തകർ താമസ ചെലവ് നഗരസഭയ്ക്ക് നൽകണമെന്ന ഉത്തരവ് പിൻവലിച്ചു. നടപടി ആരോഗ്യ പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന്. മദ്യത്തിന് പകരം സാനിറ്റൈസർ കുടിച്ച ആലപ്പുഴ സ്വദേശി മരിച്ചു. ചാത്തനാട് സ്വദേശി സന്തോഷ് VK ആണ് മരിച്ചത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. എറണാകുളം ജില്ലയിൽ 4 പേർക്ക് കൂടി കോവിഡ്. വിദേശത്ത് നിന്നെത്തിയ 2 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 2 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. 3 പേർ മഹാരാഷ്ട്ര സ്വദേശികൾ. എറണാകുളം പുത്തൻകുരിശിൽ 17-കാരന് ക്രൂരമർദ്ദനം. പെൺകുട്ടിയെ ശല്യം ചെയ്തുവെന്നാരോപിച്ച് 3-അംഗ സംഘമാണ് വീടിന് മുന്നിലിട്ട് യുവാവിനെ മർദ്ദിച്ചത്. ഒളിവിൽ പോയ യുവാക്കൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. തൃശൂരിൽ 6 പേർക്ക് കൂടി കോവിഡ്. സമ്പർക്കത്തിലൂടെ 3 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച ചാലക്കുടി സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിലുള്ള സ്ത്രീ, വാടാനപ്പള്ളിയിലുള്ള ഒരു ദന്ത ഡോക്ടർ, നേരത്തെ രോഗം സ്ഥിരീകരിച്ച ആരോഗ്യ പ്രവർത്തകരുടെ ഭർത്താവായ ഊരകം സ്വദേശി എന്നിവർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായത്. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിന് സൗകര്യമൊരുക്കുന്നതിന് SFI നടപ്പിലാക്കുന്ന TV ചലഞ്ച് പദ്ധതിക്ക് കൊടുങ്ങല്ലൂരിൽ തുടക്കം. പദ്ധതിയുടെ ഉദ്ഘാടനം ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ നിർവഹിച്ചു. പദ്ധതിയുടെ ഭാഗമായി ശാന്തിപുരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിക്ക് TV നൽകി. സമ്പർക്കത്തിലൂടെ 4 പേർക്കുൾപ്പെടെ 14 പേർക്കാണ് പാലക്കാട് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. ചെർപ്പുളശ്ശേരി സാമൂഹ്യാരോഗ്യ കേന്ദ്രം ജീവനക്കാരായ 2 പേർ, വാളയാർ ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇരട്ടക്കുളം സ്വദേശി, ഒറ്റപ്പാലം സ്വദേശി എന്നിവർക്ക് സമ്പർക്കത്തിലൂടെ രോഗം പകർന്നു.
മലപ്പുറം ജില്ലയിൽ 6 പേർക്ക് കൂടി കോവിഡ്. 2 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 3 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയവരും ഒരാൾ മുംബൈയിൽ നിന്നും എത്തിയതും. മലപ്പുറം തിരൂരിൽ ATM കവർച്ചാശ്രമം. തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ATM കൗണ്ടറിലായിരുന്നു മോഷണശ്രമം ഉണ്ടായത്. ഫോറൻസിക് സംഘമെത്തി വിരലടയാളം പരിശോധിച്ചു. കോഴിക്കോട് ജില്ലയിൽ 7 പേർക്ക് കൂടി കോവിഡ്. വിദേശത്ത് നിന്നെത്തിയ 4 പേർക്കും ചെന്നൈയിൽ നിന്നെത്തിയ 2 പേർക്കും ഹൈദരാബാദിൽ നിന്നെത്തിയ ഒരാൾക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ജില്ലയിലെ അഴിയൂർ ഗ്രാമപഞ്ചായത്തിൽ എന്റെ ഭവനം ശുചിത്വ ഭവനം ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 4800 വീടുകൾ ശുചീകരിക്കും. വിവിധ വാർഡുകളിലെ ശുചിത്വ പ്രവർത്തനം ഒരാഴ്ചക്കുള്ളിൽ പൂർത്തീകരിക്കും. കോഴിക്കോട് ബസ് ഡ്രൈവർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധവുമായി ഓൾ കേരള പ്രൈവറ്റ് ബസ് മെമ്പേഴ്സ്. കുടുംബത്തിന് സർക്കാർ അടിയന്തര ധനസഹായം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. വയനാട് ജില്ലയിൽ ഇന്ന് 6 പേർക്ക് കോവിഡ്. വിദേശത്ത് നിന്നെത്തിയ 4 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 2 പേർക്കുമാണ് രോഗബാധ. ഇവരെല്ലാവരും നിലവിൽ ക്വാറന്റീനിൽ കഴിഞ്ഞവരാണ്. കണ്ണൂരിൽ 2 റിമാൻഡ് പ്രതികൾ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പോക്സോ കേസ് പ്രതിയായ മണിക്കുട്ടൻ, കവർച്ചാ കേസ് പ്രതിയായ റംസാൻ എന്നിവരാണ് രക്ഷപ്പെട്ടത്. തോട്ടടയിലെ ഗവൺമെന്റ് പോളിടെക്നിക് കെട്ടിടത്തിലെ സർക്കാർ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നാണ് ഇവർ രക്ഷപ്പെട്ടത്. കണ്ണൂർ ജില്ലയിൽ 5 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച 2 പേർ വിദേശത്തു നിന്നും 2 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവർ. തില്ലങ്കേരി സ്വദേശിയായ എയർ ഇന്ത്യ ജീവനക്കാരന്റെ പിതാവിന് സമ്പർക്കത്തിലൂടെ രോഗബാധ. കാസർഗോഡ് ജില്ലയിൽ 2 പേർക്ക് കൂടി കോവിഡ്. രോഗം സ്ഥിരീകരിച്ച 2 പേരും മഹാരാഷ്ട്രയിൽ നിന്നാണ് എത്തിയത്. ജില്ലയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 111 കോവിഡ് പ്രതിരോധത്തിനായി ഓട്ടോറിക്ഷകൾക്ക് ട്രാൻസ്പെറന്റ് ഷീറ്റ് ഉപയോഗിച്ച് പാസഞ്ചർ ക്യാബിൻ മറയ്ക്കുന്ന പദ്ധതി വ്യാപിപ്പിച്ച് മോട്ടോർ വാഹന വകുപ്പ്. ജില്ലാ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് പദ്ധതി. അഭി സെറാമിക്സ് കാഞ്ഞങ്ങാടുമായി സഹകരിച്ച് പുതിയ ബസ് സ്റ്റാൻഡിലെയും പ്രതീക്ഷ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെയും നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളുടെ സത്യാവസ്ഥയിലേക്ക്. അമേരിക്കയിലെ 50% കോവിഡ് മരണങ്ങൾക്ക് കാരണം ഹെയർ സലൂണുകൾ ആണെന്ന പരാമർശത്തിന് പിന്നിലെ സത്യാവസ്ഥയെന്ത്? അമേരിക്കൻ ആരോഗ്യവകുപ്പ് മേധാവിയുടേത് എന്ന പേരിൽ പ്രചരിക്കുന്ന സന്ദേശത്തിന്റെ സത്യാവസ്ഥ കാണാം. ജീവിച്ചിരിക്കുന്നവരെ കൊല്ലുന്നതായിരുന്നു ഒരു സമയത്ത് വ്യാജ സന്ദേശങ്ങളിലെ ട്രെൻഡ്. എന്നാൽ ഇപ്പോഴത് മാറി ജീവിച്ചിരിപ്പില്ലാത്തവരുടെ പേരിൽ വ്യാജ സന്ദേശം പ്രചരിപ്പിക്കുന്നതായി. സംഗതി എന്താണെന്ന് നോക്കാം. ഏറ്റവും വലിയ അപകടം ബാർബർ ഷോപ്പിൽ നിന്നാണ്. ഇതാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വ്യാജ സന്ദേശത്തിന്റെ തലക്കെട്ട്. അമേരിക്കൻ ആരോഗ്യ വകുപ്പ് മേധാവി ജെ ആന്റണിയുടെ വാക്കുകൾ എന്ന പേരിലാണ് സന്ദേശങ്ങൾ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നത്. യുഎസിലെ മരണങ്ങളിൽ 50% സലൂണുകളിൽ നിന്നാണ് സംഭവിച്ചതെന്നും സന്ദേശത്തിൽ പറയുന്നു. പക്ഷേ പോസ്റ്റിൽ പറയുന്ന പ്രകാരം അമേരിക്കയിലെ ആരോഗ്യ വകുപ്പ് മേധാവിയായ ജെ ആന്റണി എന്നൊരാളില്ല. പിന്നെ എന്താണ് സന്ദേശത്തിന്റെ സത്യാവസ്ഥ? നിലവിൽ അമേരിക്കയിലെ ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസ് സെക്രട്ടറി അലക്സ് അസർ ആണ്. പിന്നെ യുഎസിലെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടതും ഈ പേരുമായി സാദൃശ്യമുള്ളതുമായ മറ്റൊരാൾ ഡോക്ടർ ആന്റണി എസ് ഫൗച്ചിയാണ്. പക്ഷെ ഇപ്പറയുന്ന 2 പേരും ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടില്ല. ഇപ്പറഞ്ഞതിന് ഹെയർ സലൂണുകൾ സുരക്ഷിതമാണെന്ന് അർത്ഥമില്ല. സാമൂഹിക അകലമാണ് പ്രധാനം. സന്ദേശങ്ങൾ പഴിചാരലുകളാകാതിരിക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരെ കൊല്ലുന്നതായിരുന്നു ഒരു സമയത്ത് വ്യാജ. വയനാട് ചുരത്തിൽ ഗ്യാസ് ടാങ്കർ ലോറിയിൽ നിന്നും വാതക ചോർച്ചയും ഗതാഗത തടസ്സവും ഉണ്ടെന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ പ്രചരിക്കുന്നത് വ്യാജവാർത്തയാണ്. വ്യാജവാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ശ്രമിക് ട്രെയിനിലെ യാത്രയ്ക്കിടെ മരിച്ച കുടിയേറ്റ തൊഴിലാളിയായ സ്ത്രീയുടെ കുട്ടിയുടെ സംരക്ഷണം നടൻ ഷാറൂഖ് ഖാൻ ഏറ്റെടുത്തിരുന്നു. എന്നാൽ ഈ വാർത്തയ്ക്കൊപ്പം പ്രചരിക്കുന്ന ചിത്രം തെറ്റാണ്. വീണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോക്ക്ഡൌൺ കാലത്തെ കുടിയേറ്റ തൊഴിലാളികളുടെ പലായനം നിരവധി കണ്ണീർ കാഴ്ചകളാണ് ലോകത്തിന് സമ്മാനിച്ചത്. അതിലൊന്ന് ബീഹാറിലെ മുസാഫിർപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ളതാണ്. സ്വന്തം അമ്മ മരിച്ചതറിയാതെ 2 വയസ്സുകാരൻ മൃതദേഹത്തിന് സമീപം കളിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. ഈ വീഡിയോ വ്യാപകമായതിനു പിന്നാലെ അല്പമെങ്കിലും ആശ്വാസം പകരുന്ന മറ്റൊരു വാർത്ത കൂടി എത്തി. നടൻ ഷാറൂഖ് ഖാൻ ഈ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്തു എന്നതായിരുന്നു ആ വാർത്തകൾ.
ഈ വാർത്ത ശരിയാണെങ്കിലും ഈ വാർത്തയ്ക്കൊപ്പം ഇപ്പോൾ പ്രചരിക്കുന്ന ചിത്രം തീർത്തും തെറ്റാണ്. മെയ് 27-നാണ് സ്ത്രീയുടെ മരണം സംഭവിച്ച വാർത്തകൾ പുറത്തുവരുന്നത്. ഗുജറാത്തിൽ നിന്ന് ബീഹാറിലേക്കുള്ള യാത്രാമധ്യേ മരിച്ചത് ബീഹാർ സ്വദേശിനിയായ 35 വയസ്സുകാരി അർബിത കുത്തൂറാണ്. ശ്രമിക് ട്രെയിനിലാണ് അമ്മയും കുഞ്ഞുങ്ങളും എത്തിയത്. ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ കുഴഞ്ഞു വീഴുകയായിരുന്നു യുവതി. ഷാറുഖ് ഖാന്റെ നേതൃത്വത്തിലുള്ള മീ ഫൗണ്ടേഷനാണ് കുട്ടിയെ സഹായിക്കാൻ മുന്നോട്ടെത്തിയത്. ജൂൺ 1-നായിരുന്നു ഇത് സംബന്ധിച്ച പ്രഖ്യാപനം. ഇതിനു പിന്നാലെ താരം കുട്ടിയുടെ ചിത്രം ട്വീറ്റ് ചെയ്തു. എന്നാൽ ഇതേ വാർത്തയോടൊപ്പം ഇപ്പോൾ പ്രചരിക്കുന്നത് 2017-ൽ മുംബൈയിലെ നാനാവതി ആശുപത്രിയിലെ ബോൺമാരോ സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെയുള്ള ചിത്രങ്ങളാണ്. 24-ന്റെ ഫാക്ട് ചെക്കിംഗ് സംഘം നടത്തിയ പരിശോധനയിൽ ഈ ചിത്രം 2017 മാർച്ച് 17-ന് അപ്ലോഡ് ചെയ്തതായി കണ്ടെത്തുകയും ചെയ്തു. ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചികിത്സയ്ക്ക് ആശുപത്രിയിലെത്തിയ കുട്ടിയുടേതാണ് ആ ചിത്രം. നടൻ ഷാറുഖ് ഖാൻ ചെയ്ത നല്ല പ്രവൃത്തിയെ ചൂണ്ടിക്കാണിക്കാനാവും നമ്മളിൽ പലരും ഈ വാർത്ത ഷെയർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇങ്ങനെയാണ് പല വ്യാജ വാർത്തകളുടെയും പിതൃത്വം നമ്മൾ പോലും അറിയാതെ നമ്മൾ ഏറ്റെടുക്കുന്നത്. ഇനി മണിക്കൂറിലെ ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. ഓർത്തഡോക്സ് പള്ളികൾ തുറക്കേണ്ടതില്ലെന്ന സഭാ സിനഡ്. പള്ളികളിൽ നിലവിലെ സ്ഥിതി തുടരും. പൊതു ആരാധനയ്ക്കായി തുറക്കേണ്ടതില്ലെന്നും സഭാ സിനഡിന്റെ തീരുമാനം. കായംകുളത്ത് കോവിഡ് നിരീക്ഷണ ചട്ടം ലംഘിച്ച് 2 ITBP ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തു. നൂർനാട് ക്യാമ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കേസെടുത്തത്. മഹാരാഷ്ട്രയിൽ നിന്നുമെത്തിയ ഇവർ പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചെന്ന് കണ്ടെത്തി.